നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് മാനാപഞ്ചാങ്ങിൽ നിന്ന് നമ്മൾ സന്തക്ഫൂലേക്കുള്ള യാത്രേൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മളുള്ളത് തുംലിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതാണ് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് നമ്മൾ ഒരു ലാൻഡ് റോവറിൽ പോകാനുള്ള പരിപാടി കേട്ടോ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ലാൻഡ് റോവറിലെ യാത്രയാണ്. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ്. വണ്ടി ഇതാ നമ്മുടെ തുംലിംഗ് നമ്മുടെ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്കിനി ഒരു ലാൻഡ് റോവറിൽ പോവാം. അതായിരിക്കില്ലേ വെറൈറ്റി. ഞാൻ ഓൾറെഡി ആളോട് പറഞ്ഞിട്ടുണ്ട്, ആൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ലാൻഡ് റോവറിൽ പോവാം. ഓക്കെ, വണ്ടി വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിതാ വണ്ടി കയറി ജസ്റ്റ് യാത്ര തുടങ്ങിയിട്ടുണ്ട്. വണ്ടി എന്ന് പറഞ്ഞാൽ സാധാ നമ്മുടെ DI എഞ്ചിൻ കേട്ടോ, നമ്മുടെ പഴയ DI ജീപ്പ് തന്നെ. ആ ഒരു ഫീൽ തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ കാണാനുള്ള ലുക്ക് അടിപൊളിയാണ്. അലുമിനിയം ബോഡി കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. ആളുകളിൽ ഓൾറെഡി ഒറിജിനൽ പെട്രോൾ എൻജിൻ ഒരു വണ്ടി ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ എൻജിൻ സ്വാപ്പ് ചെയ്ത വണ്ടികളാണ്. അത് കൂടാതെ 4 പെട്രോൾ എൻജിൻ എക്സ്ട്രാ ഉണ്ട് കേട്ടോ. എൻജിൻ മാത്രം സ്പെയർ കൊടുക്കാനുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എൻജിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആളുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട ഒരു സെറ്റപ്പ് ഉണ്ട്. വേണമെങ്കിൽ എൻ്റെ കയ്യിൽ നമ്പർ ഉണ്ട് കേട്ടോ, ഞാൻ വേണമെങ്കിൽ തരാം. എനിക്ക് വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ വണ്ടിയുടെ ഹോണാണ് കേട്ടോ. നമ്മുടെ പഴയ അംബാസഡറിൻ്റെ എല്ലാം ഹോൺ പോലത്തെ ഒരു ഹോണാണ്. ഇതെന്ന് പറഞ്ഞാൽ പുറത്തുനിന്നെല്ലാം ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ കേട്ടോ. എല്ലാം ഇയാളെടുത്തുള്ള വണ്ടികളൊക്കെ അടിപൊളിയാണ് സാധനങ്ങളൊക്കെ. അതിനകത്ത് ആകെ സ്റ്റിയറിങ് മാറ്റിയിട്ടുണ്ട്, മഹീന്ദ്രയുടെ സ്റ്റിയറിങ് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ സെറ്റാണ് കേട്ടോ. വൈപ്പർ लैंड रोवर है 3-4 है ऐसा वाला हाँ ओरिजिनल इंजन के साथ। हाँ लेकिन हाँ पैसा बहुत है हाँ, इसलिए मैं पूछा लाइक गाड़ी है तो यहाँ पर भी तो बहुत ज़्यादा लेता है ना। अभी क्या हो गया ना, हाँ लैंड रोवर भी खत्म होने वाला है यहाँ पे ना। हाँ तो अभी वैल्यू बढ़ गया। अभी पूरा बोलेरो हार्ड किया ना पूरा। पहले तो जब मैं लैंड रोवर लिया ना, हाँ जब मैं काम सीखा उस टाइम में लिया तो मैं 1000 में लिया। हाँ 60,000 70,000 ऐसे था कीमत ना। हाँ सारा लाख में हो गया। जब मैं लिया गाड़ी तब था 99 में। 99 हाँ, जब मैं गाड़ी लिया 99 में लिया। ये 57 मॉडल है ना। ये 57 में। ഈ യാത്ര എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിരുന്നു കേട്ടോ. 2 വണ്ടിപ്പനാഥന്മാർ തമ്മിലുള്ള ഒരു യാത്ര എന്ന് പറയാം. 2 വണ്ടിപ്പനാഥന്മാരാണ്. ആൾക്കും വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ബൊലേറോ ഉണ്ട്, അത് 4 വീൽ കൺവേർഷനൊക്കെ ചെയ്ത വണ്ടിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയുടെ ഓരോ സ്പെക്കിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ സംസാരിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബോറിംഗ് ഉണ്ടായില്ല കേട്ടോ. ഫുൾ വണ്ടി കാര്യങ്ങൾ മാത്രമായിരുന്നു. എന്നെപ്പോലെയുള്ള വണ്ടിപ്രാന്തന്മാർക്കൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിടൂലല്ലോ. നമ്മളെ വണ്ടീനെ കുറിച്ചൊക്കെ കുറേ സംസാരിക്കും. അപ്പോൾ ആൾ എൻ്റെ വണ്ടിയിൽ AC ചെയ്തതും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബേക്കറി കോഴിയെല്ലാം ഉണ്ട്. ऐसा है स्टोरी। नहीं ऐसा है आपका ना। हाँ जो भी मेरे से सीनियर को पूछता है ना, हाँ लैंड रोवर कहाँ से आया बोलने से ना, हाँ आपका ब्रिटिश छोड़ के गया बोलता है। हाँ ऐसा बोलता है। सुनिए आप, हाँ ब्रिटिश छोड़ के गया बोलता है। हाँ लेकिन നമുക്ക് ലാൻഡ് റോവർ എങ്ങനെയാണ് ഇയാൾക്ക് കിട്ടുക എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചു നോക്കാം കേട്ടോ. അതായത് പണ്ട് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച് പോയി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ. अभी सब जो बोलता है जितना भी मेरे से सीनियर आदमी ना, हाँ सीनियर लोग बोलते हैं लैंड रोवर कहाँ से आया बोलने से ब्रिटिश छोड़ के गया बोलते हैं हाँ ऐसा बोलेगा। ना। हाँ लेकिन मेरा नॉलेज में ब्रिटिश छोड़ के नहीं गया है। हाँ क्योंकि आप ही सोचिए, हाँ बाप आगे जन्म लेगा कि बेटा आगे जन्म लेगा हाँ ना। हाँ क्योंकि लैंड रोवर का फर्स्ट मॉडल है आपका 1948 मॉडल 48 हाँ जी।
वो भी आपका 30 अप्रैल 1948 में लॉन्च हुआ है, हाँ फर्स्ट मॉडल। हाँ, लेकिन 47 में। लेकिन आप बोलता है कोई बोलता है मेरे से सीनियर लोग, हाँ लैंड रोवर जो है ब्रिटिश छोड़ के गया। हाँ लेकिन अब 47 में इंडिपेंडेंस हुआ है, हाँ। 48 में लैंड रोवर मैन्युफैक्चर हुआ है, अब कैसे ब्रिटिश छोड़ के गया? हाँ, वो सही है। लेकिन जो आपका ऐसा है 47 में इंडिपेंडेंस हुआ, आफ्टर 52 तक ब्रिटिश लोग यहीं पे था। हाँ तो कोई आपका चाय का बगान खरीद के चला के बैठा था, हाँ। कोई आप गाड़ी में भी, अब जैसे कोई गाड़ी में देखिए, हाँ। एग्जांपल मेरा ही अभी ये राइट साइड का दरवाजा में देखने से भी यूनिसेफ लिखा हुआ हाँ, यूनिसेफ ने दिया था। हाँ। कोई अब मेरा सामने में देखा था रूरल हेल्थ सर्विस बोल के भी लिखा था गाड़ी में, ऐसा था गाड़ी। लेकिन जो लैंड रोवर का फर्स्ट मैन्युफैक्चर होके जो गाड़ी है, ये भी इससे छोटा होता था थोड़ा सा छोटा। हाँ तो ठीक हम है। लोग 12 बोलते था हाँ ना, हाँ। 12 गाड़ी बोलता था। हाँ वो भी आपका जो इंग्लैंड में फर्स्ट चेसिस नंबर हाँ। जैसे बोल के जो गाड़ी जो निकला है फर्स्ट हाँ। मैन्युफैक्चर 30 अप्रैल में जो लॉन्च हुआ है, हाँ। वो है JUE 477। JUE 477 मतलब इंग्लैंड का जो फर्स्ट रजिस्टर। ठीक है। हाँ तो मेरे को जो मालूम है, मेरे को इतना ही है। हाँ एक्चुअल में ये है कहानी लैंड रोवर का। Thank you। लेकिन ब्रिटिश छोड़ के नहीं गया है। हाँ, सब बोलता है, ऐसा बोलता है। जी जी। लेकिन ऐसा है ना, सारा का सारा जो ब्रिटिश है वो इंग्लैंड नहीं गया ना, हाँ। 52 तक यहीं पे था, तो वो लोग लेके आए ना। हाँ, हाँ, अब हाँ। 47 में इंडिपेंडेंस हुआ, तो 47 में लैंड रोवर कहाँ पे था? यहाँ पे नहीं था ना। एक्चुअल में हिस्ट्री मेरा नॉलेज में ये है। हाँ। लेकिन मेरे से जो अब मेरे ही चाचा को पूछने से भी है ना, हाँ कहाँ से आया लैंड रोवर बोलने से ब्रिटिश छोड़ के गया। हाँ। अब मेरा कोई हम लोग का अभी लैंड रोवर नहीं है आपको ना। आपका चाचा दिया गाड़ी? नहीं, ऐसा मैं ऐसा तो मेरा घर में तो था घर में। हाँ जो मैंने गाड़ी लिया आपका ना, हाँ। मैं खुद ही गाड़ी लाइन में हूँ आपका 97 से हूँ। हाँ लेकिन अभी तक मेरे पास में लैंड रोवर 4 पड़ा है। हाँ। एक तो पेट्रोल इंजन में है। इंजन ठीक है। अभी जैसे कोई बोलेगा आपका ये वाला गाड़ी मुझे दो, हाँ। पेट्रोल इंजन करके, लेकिन मेरा पास में ऑल पार्ट्स अवेलेबल है। अभी इंडिया में लैंड रोवर का पार्ट मेरा पास में जितना है उतना तो किसी का पास में नहीं होगा शायद। क्योंकि अब ऐसा है, कोई है ना, हाँ। अब लॉटरी काटने का लगता है, ठीक है। कोई अब दारू पीने का पीछे लगता है। हाँ। अब मेरा क्या है, अभी लैंड रोवर का सामान जहाँ पे है वहाँ पे जाके कलेक्ट खरीद करके। हाँ हाँ अभी ऐसा अच्छा पार्ट है। है, कोई गाड़ी में भी लगा नहीं है। हाँ एकदम ब्रांड न्यू मॉम लैंड रोवर का जो गियर पार्ट्स वगैरह आता था, हाँ पूरा मॉम में पैक होके आता था। हाँ हाँ अब सपोज आप बोलते हैं तो है ना, मुझे फोटो शेयर करो, वो मॉम पैक वाला बोलने से भी मैं आपको फोटो शेयर भी कर सकता हूँ। अभी भी मेरा पास में जैसे ये फर्स्ट गियर पिनियन है, थर्ड गियर पिनियन है, हाँ 4x4 साइड का पिनियन वगैरह है, कोई ले गियर शाफ्ट वगैरह है। पेट्रोल गाड़ी पूरा साइलेंट है ना? जी, पेट्रोल गाड़ी तो आपका ऐसा है कि पहले जो हम लोग के यहाँ का मैकेनिक काम हाँ। करता था ना, हाँ गाड़ी आपका स्टार्ट में है कि नहीं है, ग्लास में पानी रख के चला था। स्टार्ट में है कि नहीं है, ग्लास में पानी रखता था, तो पानी हिल रहा है कि नहीं हिल रहा है, वो हाँ। साइलेंट चेक करता था जैसे। वाइब्रेशन कुछ नहीं है? पेट्रोल गाड़ी तो आपका अभी जैसे मेरा गाड़ी हल्का फुल्का जर्किंग कर रहा है ना, अब मेरा तो लिमिट नहीं है, तो अभी मेरा गाड़ी में 10 क्विंटल माल भी जा सकता है। हाँ अभी आप नेट 50 kg वाला जैसे सीमेंट का बोरी है, वो मैं 24 बैग भी डाल सकता हूँ, 25 बैग भी डाल सकता हूँ, है ना, काल पोखरी तक के लिए। तो ये गाड़ी में देखा, ये डेली ट्रिप मिलेगा ना? हाँ। സോ ആളാണ് നമ്മളെ അവിടെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞോ. നമ്മൾ നേരത്തെ കണ്ട വണ്ടിയാണ്. പഴയ ഡി കേട്ടോ. ഞാൻ ആളോട് ആൾക്ക് എങ്ങനെ വണ്ടി കിട്ടിയെന്നും അപ്പോൾ ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ച് പോയതാണെന്ന് പറയപ്പെടുന്നതിൻ്റെ അതിൻ്റെ കഥകളും അതൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. ഹിന്ദി അറിയാത്തവരാണെങ്കിൽ, ഹിന്ദി അറിയുന്നവർക്കാണെങ്കിൽ അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആളുടെ അഭിപ്രായമാണ് പറയുന്നത്, ഇത് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച് പോയതല്ല എന്നാണ് ആൾ പറയുന്നത് കേട്ടോ. കാരണം 47 പിന്നെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് 48 സമയത്ത് 52 വരെ ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. പക്ഷേ ഇവിടെയുള്ള വണ്ടികളൊക്കെ 57 മുതലുള്ള രജിസ്റ്റേർഡ് ആണെന്നാണ് ആൾ പറയുന്നത് കേട്ടോ. അപ്പം അതെങ്ങനെ പോസിബിൾ ആകുന്നുള്ളതാണ് ആൾ ചോദിക്കുന്നത്. സത്യമാണ്, ആൾക്ക് പാരമ്പര്യമായിട്ട് ആൾ ജനിക്കുന്ന സമയത്ത് തന്നെ വീട്ടിൽ ലാൻഡ് റോവർ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അവരുടെ പാരമ്പര്യമായിട്ട് ഉണ്ടായത്, പണ്ടത്തെ കാലത്ത് ഉണ്ടായതാണ്, ജനിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്.
അപ്പോൾ ആൾക്ക് ഇങ്ങനെ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. പക്ഷെ ആൾ ഇങ്ങനെ പറഞ്ഞ കാര്യം സത്യമാണ് കേട്ടോ. ശരിക്കും അതെങ്ങനെ പോസിബിൾ ആവുമെന്ന് ഞാൻ ചിന്തിച്ചു. अब जैसे विवेक गोइंका का पास में जो लैंड रोवर है ना, लेकिन जो उसका भी है ना डैशबोर्ड वगैरह ओरिजिनल होना पड़ता है ना, उसमें नहीं है। एक आपका यहीं से ले गया दिल्ली में एक गोगार मोटर स्पोर्ट करके है, ठीक है। उसका जो मेन आदमी जो है आशीष गुप्ता करके है, वो एक यहाँ से लैंड रोवर ले गया 57 मॉडल, लेकिन उसमें जो जो ओरिजिनल पार्ट नहीं था वो सारा पार्ट इंग्लैंड से मंगाया। आपका साइड लाइट नहीं था। अभी वो गाड़ी में आपका 2 हेडलाइट खाली ओरिजिनल नहीं है, मोटा मोटी तो सब ओरिजिनल बना दिया है। 4 सेट आपका स्प्रिंग सेट तो मैं ही दिया था, कंपनी का ओरिजिनल सेट, कंपनी का ओरिजिनल। अभी जैसे मेरा पट्टी आप काउंट करेंगे ना तो मोटा मोटी पीछे का आपका 18, 19 ये सब मिलेगा, लेकिन कंपनी का ओरिजिनल में आपका 11 डिस्क खाली होता है, वो भी पतला होता है। आगे में 7 പണ്ട് കാലത്ത് ഇവിടെ 40-42 വെഹിക്കിൾ ഉണ്ടായിരുന്നു കേട്ടോ ലാൻഡ് റോവർ. ഇപ്പം കുറഞ്ഞ് ആകെ 21 അത്രയേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. കാരണം പണ്ടത്തെ ആൾക്കാർ ചെറിയ പൈസക്ക് വിറ്റ് ഒഴിവാക്കിയ കാലം ഉണ്ടായിരുന്നു. ഇതിൻ്റെ മൂല്യം അറിയാഞ്ഞിട്ട് 60,000-70,000 രൂപയ്ക്കെല്ലാം കൊടുത്ത കാലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, ഒറിജിനൽ പെട്രോൾ എൻജിൻ. പക്ഷേ ഇപ്പം അതിന് മിനിമം ഇപ്പോൾ എൻജിൻ സ്വാപ്പ് ചെയ്ത വണ്ടിക്ക് തന്നെ മിനിമം 13-14 ലക്ഷം റുപ്യാണ് ഇവർ ചോദിക്കുന്നത് കേട്ടോ. പിന്നെ ഒറിജിനൽ എൻജിനുള്ളതിന് ഒരു 25 മുകളിലൊക്കെയാണ് ചോദിക്കുന്നത്. അത്രക്കും പൈസ അധികം ഉണ്ട് കേട്ടോ വണ്ടി. इसका जो होता है ना, तो हम लोग का जो डिफिनेशन में होता है फ्रंट एक्सल ना, क्रॉस सिस्टम होता है। इसका आदमी का घुटना होता है ना, घुटना सेम होता है। इसको इंग्लैंड का नाम जो है ना, इसको बोलते हैं ट्रैक्टर जॉइंट। ट्रक जॉइंट। हाँ, ट्रैक्टर जॉइंट। आदमी का घुटना जो है सेम वैसा ही होता है। बस स्टीयरिंग व्हील चेंज किया, हाँ, स्टीयरिंग व्हील महिंद्रा। लेकिन मुझे इस बार ना ये लैंड रोवर का वीडियो लगूंगा। ഇവിടുത്തെ വണ്ടി ഡ്രൈവിംഗ് ഒക്കെ വളരെ റഫാട്ടോ. വണ്ടിയൊക്കെ എടുത്തിട്ട് അടിച്ച്, ഞാനൊന്നും എൻ്റെ വണ്ടിയും കൊണ്ട് ഇങ്ങനെ ഓഫ് റോഡ് അടിക്കാറുണ്ടെങ്കിൽ ഇതുപോലൊന്നും എടുത്തിട്ട് അടിക്കാറില്ല. കാരണം ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ അതിനകത്ത്. അതുകൊണ്ടാണ്. ഇതിപ്പോൾ കാലി വണ്ടിയാണ്, അതുകൊണ്ടായിരിക്കാം ആൾ വെച്ചടിച്ചാണ് പോകുന്നത്. ബ്രേക്കിലൊക്കെ കാല് വെക്കൂല എന്നുള്ള ഒരു വാശി പിടിച്ച പോലെയാണ്, അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. പക്ഷേ വണ്ടിക്കൊന്നും സംഭവിക്കാനൊന്നുമില്ല കേട്ടോ. ഇത് നമ്മുടെ ജീപ്പ് പോലെയാണ്, ഒന്നും പ്രശ്നമല്ല. ഭയങ്കര റിലയബിളാണ് വണ്ടി. अब ये नहीं है ना, इसलिए ये देखिए ये दरवाजे का चैनल वगैरह आप बोलेट में क्या सॉलिड है, इसलिए नहीं खिलता ना, इसीलिए क्रैक होने का चांस। इसका सब नट बोल्ट है, जितना गाड़ी जाएगा खिले, हल्का फुल्का खिलेगा ना। इंग्लैंड जो बनाया ना पूरा जो लोहा को फिर आफ्टर फिनिशिंग गैल्वेनाइज किया ना, इस पे जंग नहीं लगता बस। एक ग्लास ഇനി നമുക്ക് കുറച്ചും കൂടെ പോകാനുണ്ട്. എൻ്റെ മുകളിലും കൂടെ കയറാനുണ്ട് കേട്ടോ. ഒരു ജീപ്പായിട്ട് തന്നെ തോന്നില്ല നമുക്ക്, ജീപ്പ് തന്നെ ശരിക്കും.
അങ്ങനെ വണ്ടിയെല്ലാം കഴിയുന്നതിന് ശേഷം പിന്നെ നമ്മൾ യാത്ര നടത്താം. ഇനി അത്രയേ ഉള്ളൂ, നമുക്കൊരു 5-6 കിലോമീറ്റർ കൂടെ കയറാനുള്ള കേട്ടോ. ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ എക്സ്ട്രീം ഓഫ് റോഡ് ഒന്നുമല്ല. നമ്മളെ നാട്ടിലെ ടെറൈനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല കേട്ടോ. നമ്മളെ വണ്ടിയിലെ പുഷ്പം പോലെ കയറും. हाँ उधर से भी आके यहाँ पे एक जा सकते हैं। ठीक है, नहीं चलेगा, ये चलेगा कुछ चलेगा क्योंकि आपका तो बहुत बड़ा है ना। हाँ सामान है ज़्यादा, गाड़ी में पूरा सामान है. ഇതാണ് കേട്ടോ നമ്മൾ വന്ന വണ്ടി. ഇത് വന്നുകൊണ്ടിരിക്കുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു. നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ല. 115857 മോഡൽ. ഞാൻ എൻ്റെ വണ്ടിയും കൊണ്ട് നാളെ പിന്നെയും കയറും കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ട്രൈ നടത്തിയതാണ്. റോഡൊന്നും വലിയൊരു ഓഫ് റോഡിങ് ഒന്നും ഇല്ല നമ്മൾ വിചാരിച്ച. നമ്മളെ നാട്ടിലെ ഓഫ് റോഡിൻ്റെ അത്ര ഒന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ വെറുതെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മളിതാ സന്തക്ഫു എത്തി കേട്ടോ. ഇതാണ് സന്തക്ഫുവിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂ. ഈ വണ്ടിയും കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടില്ല കേട്ടോ. നമുക്ക് നാളെ നമ്മളെ വണ്ടിയായിട്ട് വരാം. ജസ്റ്റ് ഒരു ട്രയൽ അടിച്ചതാട്ടോ. ആൾ ജസ്റ്റ് ഇവിടെ സാധനം ഇറക്കാൻ വേണ്ടി SSB ക്യാമ്പിലേക്ക് വന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് അവരുടെ കൂടെ വന്നതാണ്. ഇതൊക്കെ ഇവിടുത്തെ ഹോട്ടലാണ്. എനിക്കൊന്ന് ഇവിടെ വലിയൊരു സന്തക്ഫു മുകളിൽ എത്തിക്കഴിഞ്ഞാൽ വലിയൊരു വൈബൊന്നും ഇല്ല. പക്ഷേ നമുക്ക് വരുന്ന വഴി അടിപൊളിയാണ്. ഡാർജിലിംഗ് 58 കിലോമീറ്റർ, മാനേപഞ്ചം 31. നമ്മൾ 31 കിലോമീറ്റർ ഓഫ് റോഡ് അടിച്ചാണ് ഇവിടെ എത്തിയട്ടോ. കൊള്ളാം. അയ്യവാ ഹസ്കി ഹസ്കി. എന്താടാ ഓനാ പെണ്ണിൻ്റെ പറയാ തെണ്ടി. ഇവിടുന്ന് നമുക്ക് വ്യൂ കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അത് ഡിപ്പെൻസാണ്, ക്ലൈമറ്റിൻ്റെ ഡിപ്പെൻസാണ്. പിന്നെ നല്ല തെളിച്ചുണ്ടെങ്കിൽ മാത്രമേ കാണാൻ പറ്റൂ. എന്തായാലും നോക്കാം നമുക്ക്. വ്യൂ പോയിൻ്റ് അവിടെയാണ്, അങ്ങോട്ടാണ് നടക്കുന്നത് കേട്ടോ. 4 വീൽ വണ്ടി മാൻഡേറ്ററി ആണ് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. കാരണം വരുന്ന വഴിയിൽ ചില സ്ഥലങ്ങളിൽ എന്തായാലും 2 വീൽ വണ്ടി കയറില്ല കേട്ടോ. 4 വീൽ മാൻഡേറ്ററി ആണ്. നമ്മൾക്ക് വ്യൂ പോയിൻ്റ് പോകാനുള്ള വഴിയാണ് ഇത്. ഇതിൻ്റെ സൈഡിലേക്ക് കൂടെയാണ് നടക്കേണ്ടത് കേട്ടോ. നമ്മളെ വ്യൂ പോയിൻ്റ് എത്തി. ഈ ഒരു ചെടി ഞങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഇവിടെ മാത്രമേ ഇത് കണ്ടത് കേട്ടോ. ഇതിനൊരു കായൊക്കെ ഉണ്ട്, ഒരു പ്രത്യേകതരം കായുണ്ട്. ഒരു പുഴുവിനെ പോലെ ഇരിക്കുന്ന കായ് കേട്ടോ. അതാ വ്യൂ പോയിൻ്റ് മുകളിലെത്തി. യെസ്. ആഹാ നിറച്ച് മരമാണല്ലോ. ഇവിടെ ഒരു ഇരിക്കാൻ വേണ്ടി ഒരു സപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഫുൾ ബിയർ ബോട്ടിലാണല്ലോ. എല്ലാവരും വെള്ളടിക്കാൻ വേണ്ടി വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇതിലെവിടെയാണ് സ്ലീപ്പിംഗ് ബുദ്ധ കാണുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങോട്ടൊക്കെ കുറേ സ്ഥലങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ വേറൊന്നുമില്ല. മൂടിക്കിടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ വന്ന റൂട്ടിൽ എന്താ ഒരു ബൊലേറോ വരുന്നുണ്ട് കേട്ടോ, കയറി വരുന്നുണ്ട്. സ്ലീപ്പിംഗ് ബുദ്ധ എവിടെ? എനിക്കൊന്ന് ആ സൈഡിലേക്ക് കുറച്ച് റോഡൊക്കെ കാണുന്നുണ്ട്. അതായിരിക്കും ഫാലൂത്ത് പോകുന്ന വഴി കേട്ടോ. അങ്ങോട്ട് പോകണ്ടെന്നാണ് പറഞ്ഞത്. റോഡ് തീരെയില്ല, ഭയങ്കര റിസ്ക്കാണെന്ന് പറഞ്ഞത്.
ഇതൊക്കെയാണ് സന്ദർഭത്തിൻ്റെ അവസ്ഥ കേട്ടോ. ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പുറത്ത് ടെൻ്റ് അടിക്കാനൊന്നും പറ്റില്ല എന്നാണ് പറഞ്ഞത്. അറിയില്ല, വലിയൊരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ വരുന്ന വഴിയൊക്കെ കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഓഫ് റോഡൊക്കെ ആസ്വദിച്ച് വരാൻ പറ്റിയൊരു വഴി, അത്രയേ ഉള്ളൂ. ഒരു എക്സ്ട്രീം ഓഫ് റോഡ് ഒന്നും പറയാനില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിലെത്രയോ നല്ല ഓഫ് റോഡുകളുണ്ട്. വലിയൊരു സംഭവം എന്നല്ല, എന്താ പറയുക, ഈ നാട്ടിൽ ഇതൊരു വലിയ സംഭവമാണ്. നമ്മളെ കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പം ഇത് വലിയൊരു ഓഫ് റോഡൊന്നല്ല കേട്ടോ. ഒരു ഭയങ്കര എക്സ്ട്രീം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഭയങ്കരമായിരിക്കും. നോക്കാം. നേപ്പാൾ റൂട്ടാണ് ഞാൻ നാളെ വരാൻ ഉദ്ദേശിക്കുന്നത്. നേപ്പാൾ റൂട്ട് കുറച്ച് ഇതുണ്ടെന്നാണ് പറഞ്ഞത്, ഓഫ് റോഡൊക്കെ. അതെങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ, ആൾക്കാർ പറയുന്നല്ലേ. ഇതിപ്പോൾ നിങ്ങളോട് ഇത് കാഞ്ചൻജംഗ ഇത് മറ്റേതൊക്കെയാണെന്ന് പറയേണ്ടി വരും. അതാണ് അവസ്ഥ. ഇവിടെ ഒന്നും കാണുന്നില്ല. അതിനപ്പുറത്തേക്ക് ഫുള്ള് ഫോഗാട്ടോ, ഒന്നും കാണുന്നില്ല, വിസിബിലിറ്റി തീരെയില്ല. പിന്നെ അങ്ങോട്ട് എനിക്ക് തോന്നുന്നു എന്തോ ഒരു ബിൽഡിങ്ങൊക്കെ കാണുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് വണ്ടി പോകുന്നൊന്നും അറിയില്ല കേട്ടോ. മലേൻ്റെ മുകളിൽ കുഴപ്പമില്ല, സ്ഥലങ്ങളൊക്കെ ഓക്കെയാണ്, അത്രയേ ഉള്ളൂ. ക്ലൈമറ്റൊക്കെ ഓക്കെയാണ്, നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇത്ര ആൾട്ടിറ്റ്യൂഡ് കയറിയില്ലേ, അതിൻ്റേതായ മാറ്റമുണ്ട്. അത്രയൊക്കെ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. ബട്ട് ലാൻഡ് റോവേഴ്സിലെ യാത്ര അത് നൈസാട്ടോ. ലാൻഡ് റോവർ കൊള്ളാം, നല്ല പവർ. ജീപ്പ് പോലെ തന്നെ, ജീപ്പിനെക്കാട്ടിന് കുറച്ചുകൂടി ഒരു പിടിക്ക് അടിപൊളിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. നല്ല കിടിലം പോലത്തെ പവറാട്ടോ. 4 വീലൊക്കെ ആകെ 2 സ്ഥലത്താണ് ഇട്ടത്. ഫസ്റ്റ് ഗിയറിൽ തന്നെ തുള്ളി മറിഞ്ഞ് കയറി പോകുന്നുണ്ട്. തിരിച്ച് നടക്കാം കേട്ടോ. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നേപ്പാൾ ഇന്ത്യ മുട്ടുന്ന സ്ഥലം വരെ ചെക്ക് പോസ്റ്റ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല കേട്ടോ. നമുക്ക് സുഖമായിട്ട് കയറി വരാം. നമ്മളെ വണ്ടിയുടെ നിർത്തിയിട്ടുണ്ട്, പോയി നോക്കാം. ഇവിടെ പാർക്കിംഗ് പ്ലേസ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല തന്നെ. ഇവിടെ പാർക്ക് ചെയ്യാൻ നമുക്ക് വന്നിട്ട് നാളെ ഇതൊന്നും പറഞ്ഞിട്ടൊരു സ്ഥലം കൂടി ഉണ്ട് കേട്ടോ. പക്ഷെ അതിപ്പോൾ അടച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത്. അത് എക്സ്ട്രീം ഓഫ് റോഡ് ആയതുകൊണ്ട് ഇപ്പോൾ റോഡൊക്കെ വളരെ മോശമെന്നാണ് പറഞ്ഞത്, മഴ പെയ്തിട്ട്. അതുകൊണ്ട് അങ്ങോട്ട് പെർമിഷൻ ഇല്ല. നമുക്ക് ഇവിടെ വരെ പെർമിഷൻ ഉണ്ട്, കുഴപ്പമില്ല. വെറൈറ്റി ചെടികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എന്താണ്, നല്ല രസമുണ്ട് കാണാൻ. നമ്മളെ നാട്ടിലൊന്നും കാണാത്ത തരത്തിലുള്ള എന്തൊക്കെ ചെടികളൊക്കെ ഇട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കാട്ടോ. ഇവിടെ കാര്യമായിട്ടൊന്നും കാണാനൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ ഡ്രൈവർ ബ്രോ അവിടെ ഉണ്ട്, ഇപ്പോൾ എന്തെങ്കിലും കഴിക്കാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ ഇന്നലെ ഒന്നും കഴിച്ചില്ല. ഇന്നലെ 2 വയറിൽ മിച്ചർ കഴിച്ചേട്ടാ, വേറെ ഒന്നും ഞാൻ കഴിച്ചില്ല. ഇന്നൊന്നും കഴിച്ചില്ല. സമയം 2:39-40. വെറുതെ അല്ല വിശക്കുന്നു. ഇവിടെ ഒരു നേപ്പാൾ രജിസ്റ്റേർഡ് ലാൻഡ് റോവർ കിടക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വലിയ വണ്ടിയാണ്. ചിക്കിച്ച നമ്പർ പ്ലേറ്റൊക്കെ എന്താണോ എന്തോ മനസ്സിലാവുന്നില്ല. ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ എന്താ ഉള്ളത് നോക്കട്ടെ. 1989 ഉണ്ടാക്കി കേട്ടോ. അവിടെ നിന്ന് ലൈറ്റായിട്ടൊരു മാഗി കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ. റിട്ടേൺ പോവാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ വൈകുന്നേരം ആയിട്ടോ. നമ്മളൊന്ന് താഴെത്തുമ്പോഴത്തേക്ക് രാത്രി ആവും. അപ്പോൾ അത്യാവശ്യം ലേറ്റായിട്ടുണ്ട്. എന്തായാലും നാളെ നമുക്ക് നമ്മളെ വണ്ടിയും കൊണ്ട് വരേണ്ടതാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്യില്ല. അവിടെ തിണ്ടിത്തിരിലല്ലേ, പിന്നെ നാളെ ആവാമെന്ന് കരുതി. എന്തായാലും നമ്മളൊരു ദിവസം സ്റ്റേ എല്ലാം അടിച്ചിട്ടേ തിരിച്ച് പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ തിരിച്ച് മാനപഞ്ചങ്ങളിലേക്ക് പോകാം കേട്ടോ. ഇവിടുത്തെ പശുക്കളെ കണ്ടോ? പശുവിൻ്റെ കുട്ടിയാട്ടോ. എന്തൊരു രോമാ നോക്കി.
നമ്മളെ റോക്കി ബൈക്ക് പോലും ഇല്ല ഇത്ര രോമം. തലയെല്ലാം കുളിക്കുന്നുണ്ട്, കുത്തിയിട്ടുണ്ട് കയ്യില. നല്ല ചെറിയൊരു ഗ്രാമാട്ടാ, അടിപൊളി. ഭയങ്കര രോമാണ് നിങ്ങൾക്ക്. നമുക്കുണ്ടല്ലോ നേരെ ഇന്ത്യ വഴി തന്നെ കയറാനുള്ള പെർമിഷന് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ പെർമിഷൻ എന്ന് വെച്ചാൽ ലീഗലല്ല, കുറച്ച് ഉടായ്പാണ്. പക്ഷേ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ നിൽക്കുന്ന കേട്ടോ. കാരണം എന്തായാലും ഞാൻ നേപ്പാൾ കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒരു ദിവസം പൈസ കൂടെ എക്സ്ട്രാ വരുള്ളൂ, ഒരു 300 റുപ്യ 350 റുപ്യ അത്രയേ ഉള്ളൂ. കാരണം തിരിച്ചു പോകുമ്പം പിന്നെ നേപ്പാൾ വഴി ഇറങ്ങുകയാണെങ്കിൽ എനിക്കതാണ് നല്ലത്, നേരെ നേപ്പാൾ അങ്ങോട്ട് പോകാൻ പറ്റും. ഞായറാഴ്ച റിട്ടേൺ അടിച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച രാവിലെ പോയി സിമ്മൊക്കെ എടുത്തു കഴിഞ്ഞാൽ മൺഡേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലീവ് എടുക്കേണ്ട കാര്യമില്ല. എന്തായാലും നേപ്പാൾ കയറാൻ തീരുമാനിച്ചാൽ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. തോടാ വണ്ടി കൊണ്ടിരിക്കുകയാണ്. खाली पोखरी ओके, क्लाइमेट चेंज हो गए. 3186 മീറ്റർ. ഇത് കാലിപ്പോക്കരി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. നൈസ്. ഇതാണ് നേപ്പാളിൽ നിന്ന് വരുന്ന വഴി കേട്ടോ. ഈ വഴിയാണ് നേപ്പാൾ വരിക. നമുക്ക് ഇന്ത്യയിൽ നിന്ന് വരുന്നതാണെങ്കിൽ ഈ വഴി പോകണം കേട്ടോ. ചെറിയ മഴയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. കിലോമീറ്റർ ആനേ. വണ്ടിയുടെ അകത്ത് മീറ്റർ എന്നെല്ലാം പറയുന്നത് നമ്മളെ ജീപ്പിൻ്റെ സാധനം കേട്ടോ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഈ നമ്മുടെ സ്വിച്ച് കാര്യങ്ങളൊക്കെ പഴയ തന്നെയാണ്. അതുപോലെ വൈപ്പറിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ടാവും. വൈപ്പറൊക്കെ അടിപൊളിയാണ്. വൈപ്പറിൻ്റെ മോട്ടറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് കേട്ടോ. പഴയ സാധനം തന്നെയാണ്, ഒറിജിനൽ സാധനം. അതിപ്പോഴും വർക്കിംഗ് കേട്ടോ. वाइपर सब वर्किंग है. अच्छा. ഇന്നത്തെ യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റി. ലാൻഡ് റോവറിനെ കുറിച്ചും അത് എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതും ആൾക്കെങ്ങനെ കിട്ടി എന്നുള്ളതും പിന്നെ ഇവിടുത്തെ വണ്ടിങ്ങിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ആൾ കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പിന്നെ ആളുടെ കയ്യിൽ ഇഷ്ടംപോലെ പാർട്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ആളുടെ നമ്പർ ഞാൻ അയച്ചു തരാം. വൈപ്പറൊക്കെ വർക്കിംഗ് ആയിരുന്നുണ്ടോ. ഇതൊക്കെ പഴയ സെറ്റപ്പാണ്. ബട്ട് ഇപ്പോഴും വൈപ്പറൊക്കെ സെറ്റായിട്ട് വർക്കാകുന്നുണ്ട് കേട്ടോ. ഒരു പ്രശ്നമില്ല.
ഈ വണ്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഞാനൊരു റീൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ DA എഞ്ചിന് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തെന്നുള്ളതും. ആളുടെ ഒരു പെട്രോൾ വണ്ടി ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന് വെച്ചാൽ വണ്ടി ഇപ്പോൾ സ്ഥലത്തില്ല. വണ്ടി കുറച്ച് വർക്കിനായിട്ട് വേറെ സ്ഥലത്താണുള്ളത്. അല്ലെങ്കിൽ ഞാൻ ആ വണ്ടിയുടെ വീഡിയോ എങ്ങനെയെങ്കിലും എടുക്കാനൊക്കെ വെച്ചിട്ട് തോന്നുകയാണ് കേട്ടോ. പക്ഷേ അത് നടന്നില്ല. എന്തായാലും ഈ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങളെല്ലാമായിട്ട് ഞാനൊരു റീലൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയ സ്ഥലത്തെത്തി കേട്ടോ. തുംലി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടായത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ച് ഞാൻ മാനേ പഞ്ചായത്തിലേക്ക് എൻ്റെ വണ്ടി എടുത്തിട്ട് പോവും. അവിടുന്ന് നേരെ നമ്മൾ നേപ്പാൾ ബോർഡർ പോയിട്ട് നാളെ രാവിലെ കിടക്കും കേട്ടോ. ഇപ്പോൾ ഇതാളുടെ രണ്ടാമത്തെ വണ്ടി കേട്ടോ, വേറെ വണ്ടിയാണ്. അപ്പോൾ 2 വണ്ടിയുണ്ട് ഇപ്പോൾ ടാക്സി ആയിട്ട് ഇങ്ങനെ ഓടുന്ന വണ്ടി. അതുകൂടാതെ വേറെ 2 വണ്ടിയും കൊണ്ടില്ല കേട്ടോ, പെട്രോൾ എഞ്ചിന്. അപ്പോൾ ആള് എന്നോട് യാത്രയൊക്കെ പറഞ്ഞ് ആളും പോയി. ഒരുപാട് എനിക്ക് ഹെൽപ്പ് ചെയ്ത ഒരാൾ കേട്ടോ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കിനി തിരിച്ച് മാനേ പഞ്ചായത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ ഇവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. സോ നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നേപ്പാൾ വഴി എങ്ങനെ നമുക്ക് സന്ദക്ഫു കയറാമെന്നുള്ള കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് പൈസയൊക്കെ അടക്കേണ്ടതുണ്ട്. ഡെയിലി വണ്ടിക്ക് ഇത്ര പൈസ എന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. എത്ര പൈസ ആകുന്നില്ല എനിക്കറിയില്ല. അതായത് നേപ്പാളി കറൻസി 600 റുപ്യ എത്രയാണ്, നമ്മൾ ഇന്ത്യൻ റുപ്പി 300 എത്ര വരുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അറിയില്ല, അതെന്തായാലും പോയി നോക്കണം. അതുപോലെ നമുക്ക് കറൻസി എക്സ്ചേഞ്ച് അടിക്കാനുണ്ട്. അപ്പം നേരെ നമ്മൾ ബോർഡർ പിടിക്കാനാണ് പരിപാടി. ബോർഡർ പിടിച്ചിട്ട് മാനേ പഞ്ചായത്ത് പോയി അവിടുന്ന് സുഗ്യ പോയി, സുഗ്യയിൽ നിന്ന് നേരെ പശുപതി നഗർ പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. രാവിലെ 6 മണിയാകുമ്പോൾ ബോർഡർ തുറക്കും. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് പോയിട്ട് പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് എൻട്രി ചെയ്യാനുള്ള പരിപാടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ദിവസം എടുക്കും മുകളിലെത്താൻ. അപ്പോൾ കുറച്ച് നമ്മളെ വണ്ടിയും കൊണ്ടുള്ള ഓഫ് റോഡിങ് വീഡിയോ ആയിരിക്കും കേട്ടോ അടുത്തത് പറഞ്ഞത്. ഇത് നമ്മൾ രാവിലെ കയറി വന്ന റൂട്ട് തന്നെ കേട്ടോ. അത്യാവശ്യം നല്ല കൊടുമ്പളവും കാര്യങ്ങളൊക്കെ ആയിട്ട് രാത്രി ഇതാ വേറെ വണ്ടിയൊന്നുമില്ല. നമ്മളൊറ്റയ്ക്ക് അങ്ങനെ തിരിച്ചു പോവാണ്. എന്തായാലും നേരെ വെച്ച് പിടിക്കട്ടെ. ഈ പോകുന്ന റൂട്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല എന്താ പറയുക, നല്ല ഹെയർ പിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വളരെ ചെറിയ റോഡാണ്. വേറെ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് സൈഡൊക്കെ കൊടുത്ത് പോയുള്ള റോഡാണ്. അപ്പോൾ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്താ പറയുക, കുറച്ച് അതൊക്കെ മുൻകരുതലായിട്ട് വരിക. അതുപോലെ വണ്ടിയൊക്കെ ഗിയറിലിട്ട് തന്നെ ഇറക്കുക, അല്ലെങ്കിൽ ബ്രേക്കൊക്കെ പോകുന്നില്ലത് 100% ഷുവറാണ്. അപ്പോൾ എന്തായാലും നോക്കി കണ്ട് ചെയ്യാം. ഇതൊക്കെ ഇവിടെ അസോസിയേഷനിലുള്ള വണ്ടികളാട്ടോ. എല്ലാം ബൊലേറോയും ഇതെല്ലാം ഇവരൊക്കെ ടാക്സി വണ്ടികളാണ്, എല്ലാം 4 വീലർ വണ്ടികളാണ്. അപ്പോൾ ഇവർക്ക് മാത്രമേ അങ്ങോട്ട് പോകാനുള്ള റൂളുള്ളൂ. ശരിക്കും ഇത് ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ നോക്കി ഇവിടെയും കാണാം ബൊലേറോകളുടെ കളിയാണ്. ഇഷ്ടംപോലെ ബൊലേറോ ഉണ്ട് 4 വീല്. എല്ലാ കമ്പനി 4 വീലൊന്നല്ല, ഇവിടെ കമ്പനി 4 വീൽ അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. 4 വീല് ചെയ്യുന്ന വണ്ടികൾ കുറേ ഉണ്ട് കേട്ടോ. അടുത്തത് പിക്കപ്പാണ്. അങ്ങനെ നമ്മൾ നമ്മളെ എൻട്രൻസ് പോയിന്റിൽ തിരിച്ചെത്തിയിരിക്കുന്നു ഗായ്സ്. മാനേ ബജാക്, യെസ്, we are back. ഇതാണ് കേട്ടോ മാനേ പഞ്ച് എന്ന് പറഞ്ഞ ടൗണ്. ചെറിയൊരു വില്ലേജാണ്. ഇത് ആക്ച്വലി നേപ്പാളിലേക്ക് നമുക്ക് നടന്നു കയറേണ്ട സ്ഥലമേ ഉള്ളൂ. നേപ്പാളിലേക്ക് നടന്നു കയറാം. പിന്നെ അങ്ങനത്തെ ഒരു സ്ഥലം കേട്ടോ. 2 വണ്ടി പോകേണ്ട സ്ഥലമൊന്നും ഇല്ല. നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം.
അതിന് അത്യാവശ്യം ലെങ്ത്തുള്ള വീഡിയോ ആണ്. പക്ഷേ ഇതിൽ നമ്മളൊരു എന്താ പറയുക, എല്ലാവരും പോവാത്തൊരു സ്ഥലങ്ങളാണ് കേട്ടോ. അതായത് വെസ്റ്റ് ബംഗാളിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണിത്. എന്തായാലും അതും കണ്ടു, സന്തോഷം. നാളെ നമുക്ക് വേറെ റൂട്ടിൽ ഒന്നും കൂടെ പോയി കാണാം. ഒരു ദിവസം അവിടെ ക്യാമ്പെല്ലാം ചെയ്ത് പൊളിക്കാം കേട്ടോ. അപ്പോൾ ബൈ.